but still I will try to make whatever best I can talk in Malayalam. സംസാരിക്കാത്ത എല്ലാവരും മ്യൂട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ IMA കുറിച്ച് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ CMA സർട്ടിഫിക്കേഷനെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സാധാരണ CMA കുറിച്ച് നല്ല അവയർനെസ് ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ CMA കുട്ടികൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ CMA ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന, ജോബ് ഓപ്പർച്യൂണിറ്റി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ കടന്നു പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലെ കേരള എന്ന് പറയുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇന്ത്യയിലെ 100 കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു 33 മുതൽ 37% കുട്ടികളും ഇന്ന് CMA പഠിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. സോ ദാറ്റ്സ് എ വണ്ടർഫുൾ തിങ്. കാരണം നമ്മുടെ കേരള is well known for education. Kerala is well known for the brain, like ideally, like people move from here to other parts of the world for the certification. ഇതിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൻ്റെതായ ആ ഒരു പ്രത്യേകത നമുക്കുണ്ട്. So I'm also to be happy to say that I'm also Keralite. എൻ്റെ സ്വന്തം നാട് തൃശ്ശൂർ അടുത്താണ്. Now I'm settled in Bangalore. സോ എല്ലാ കുട്ടികൾക്കും പ്രത്യേകിച്ച് നന്ദി ഇതിന് ജോയിൻ ചെയ്തതിന്. നമ്മൾക്ക് അടുത്ത 30 മിനിറ്റ്സ് ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇത് സംസാരിക്കുന്ന നേരത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാം. സോ നമുക്ക് ഈ സെഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം എൻഡ് ഓഫ് ദ ഡേ, ലൈക്ക് എൻഡ് ഓഫ് ദ സെഷൻ ഇഫ് യു വാണ്ട് ടു ഡു ഇറ്റ്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. സ്റ്റാർട്ട് ടൈപ്പിംഗ് ദ ക്വസ്റ്റ്യൻസ്, because at least end of the seminar if you might miss some of the questions, this will be a great opportunity. So IMA എന്ന് പറയുന്നത് it's a 100-old professional body ആണ്, headquartered in New Jersey, USA, spread across 150 countries with around 140,000 members and students. നമുക്ക് ഈ 1 lakh members, we do have chapters. Chapters എന്ന് പറയുന്നത് a group of members comes together. They share themselves, they network with themselves, and upgrade themselves, and update their knowledge with what is happening in the industry. So IMA എന്ന് പറയുന്ന ഒരു മെമ്പർഷിപ്പ് ബോഡിയാണ്. CMA എന്ന് പറയുന്നതാണ് സർട്ടിഫിക്കേഷൻ, സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നാണ് ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷന് അറിയപ്പെടുന്ന പേര്. കേരളത്തിൽ ചിലപ്പോൾ CMA US എന്ന പേരുകളിലും അറിയപ്പെടാറുണ്ട്. നമ്മൾ IMA എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് ബോഡിയാണ്. നമ്മൾ തന്നെയാണ് CMA റെസ്പോൺസിബിലിറ്റി ഫോർ ദ സർട്ടിഫിക്കേഷൻ. അത് മാത്രമല്ല, ഒരു മെമ്പർ എന്ന് പറയുന്ന ഒരാളുടെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, വി ഡു ലോട്ട് ഓഫ് റിസർച്ച് ഇനീഷ്യേറ്റീവ്, വി ഗിവ്സ് യു ഓപ്പർച്യൂണിറ്റി ടു നെറ്റ്വർക്ക് വിത്ത് പീപ്പിൾ. ഇതുപോലെയുള്ള ഒത്തിരി ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ CMA സർട്ടിഫിക്കേഷൻ IMA മെമ്പർഷിപ്പിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്നത്. And we thank our approved providers who actually help our students to pass the exams or learn the qualification. And this is a wonderful journey to say that partners are doing really great, and Vidya Rupa, who are really one of our current gold partner and working with few colleges in Kerala, and I think they are spreading out in other parts of India as well. So they are also there to support you, guide you. We are not into training, we are only the qualifying body. But we do have partners like Vidya Rupa who supports us in this, students' progression. നമുക്ക് വെബിനാർ കാണുന്നെന്ന് വിചാരിക്കുന്നു, സ്ലൈഡ്സ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. We work with many corporates, and when we say these are our corporate supporters, what we mean by that is these corporates look at or work with us IMA in the research initiatives. ചില കമ്പനീസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്
they reached out to us and said that we will fund for our employees, and they would like to take a CMA program. So we work with companies in that process. And chala companies and they want fresh CMAs and experienced CMAs for certain profiles. So when they reached out to us and say that, or when we reach out to them and we'll get to know that there are certain job opportunities meant for finance people, then we inform our members and candidates, depends on which level. Like some companies ചിലർ വന്ന് ചോദിക്കും ഞങ്ങൾക്ക് ഫ്രഷേഴ്സിന് വേണം, ചിലർ പറയും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ വേണം. അപ്പൊ അതുപോലെ നമ്മുടെ മെമ്പേഴ്സിനെ നമ്മൾ ഇൻഫോം ചെയ്യും. വി ആർ നോട്ട് ഇൻ ടു പ്ലേസ്മെന്റ്, ബട്ട് വി വർക്ക് വെരി ക്ലോസ്ലി വിത്ത് കോർപ്പറേറ്റ്സ് ആസ് എ പ്രൊഫഷണൽ അസോസിയേഷൻ. പിന്നെ we work with around 50 plus colleges and universities in India. എന്താ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളേജസും ഈ യൂണിവേഴ്സിറ്റീസും ചില കോളേജസ് ഒക്കെ ഓൾമോസ്റ്റ് 5 years ആയി CMA പ്രോഗ്രാംസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. സോ നമ്മൾ കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ കണ്ട ഒരു പ്രത്യേക ട്രെൻഡ് എന്ന് പറയുന്നത്, കോളേജസ് സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ദി നീഡ് ഓഫ് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ. കാരണം എന്താണ്, നമ്മൾ ഒരു സൈഡിൽ പറയുന്നു, ലൈക്ക് അക്കോർഡിംഗ് ടു നാസ്കോം പറയുന്നത് എന്താണ്, ഇന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന 10% ആൾക്കാർ മാത്രമേ എംപ്ലോയബിൾ ആയിട്ടുള്ളൂ എന്ന്. അല്ലെങ്കിൽ മറ്റൊരു റിസർച്ചിൽ പറയുന്നത് ഇന്ന് 90% ഓഫ് ഓർഗനൈസേഷൻസ് ആർ ഹാവിംഗ് എ ഹാർഡ് ടൈം ടു ഫൈൻഡ് ദ റൈറ്റ് എൻട്രി ലെവൽ ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ്. ഇതാണ് ഇന്നത്തെ റിയാലിറ്റി. സോ ഇൻ എ വേ വാട്ട് ദേ സെയിങ്, ഓർഗനൈസേഷൻ സെയിങ് ദാറ്റ് വി ആർ നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് സ്കിൽ സെറ്റ്, ആൻഡ് അതർ സൈഡ് സ്റ്റുഡൻസ് ആർ ഫൈൻഡിങ് ആൻസർ വി ആർ നോട്ട് ഗെറ്റിംഗ് ജോബ്സ്, അല്ലേ? ഇതിന് കാരണം എന്താണ്? There is a big skill gap. It's called skill gap. എന്താണ് ഒരു ഓർഗനൈസേഷൻ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങി വരുന്ന കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കുട്ടികൾക്ക് ആ നോളജ് ഇല്ല. ഇതിൽ ഡിഗ്രി ഫൈനൽ ഇയേഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, സെക്കൻഡ് ഇയേഴ്സ് അറ്റൻഡ് ചെയ്യുന്നെന്ന് എനിക്കറിയാം, ഫസ്റ്റ് ഇയേഴ്സ് അറ്റൻഡ് ചെയ്യുന്നെന്ന് അറിയാം. ഡിഗ്രി ഫൈനൽ ഇയേഴ്സ് പഠിക്കുന്നവർ ഒന്ന് സ്വന്തമായിട്ട് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്നത് എക്സാമിന് എത്ര ആഴ്ച, എത്ര മാസം, എത്ര ദിവസം മുമ്പാണെന്ന്. ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കുമെന്ന് കുട്ടികൾ പറയുന്നത് എന്താ അറിയോ? വി ഓപ്പൺ ദ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് 1 day prior to the exam. Just 1 day. And if you able to write pages and pages, you get marks. അല്ലേ? പക്ഷേ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? നമുക്ക് കുറെ ബുക്ക് നോളജ് കിട്ടുമായിരിക്കും, നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യായിരിക്കും. പക്ഷെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിയൽ ബിസിനസ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ റിയൽ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ വി ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്. ഇതാണ് സ്കിൽ ഗ്യാപ്പിന് കാരണം. ഇവിടെയാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയും, എന്തുകൊണ്ടാണ് ഒരു കുട്ടി ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കണം. അല്ല, ഒരു കാരണം വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ സ്കിൽ ഗ്യാപ്പ്, ദ റെലവന്റ് നോളജ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന സബ്ജക്ട്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഇന്നത്തെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളതാണോ? വെദർ ഐ ആം ലേണിംഗ് ദ റെലവന്റ് നോളജ്. അതാണ് ഒരു one reason behind why we need to look at professional certification. I'm not saying only CMA. There are multiple certifications available. So all these professional certifications, I don't want to say like, the small programs which you get it, like certificate program which you get it by writing few exams. That's a technical skills you learn. That is good for you, no doubt. പക്ഷേ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ കൊണ്ടുവരുമ്പോൾ അവിടെ നടക്കുന്നത് സ്കിൽ ഗ്യാപ്പാണ്. അത് IMA എങ്ങനെ ചെയ്യുന്നു എന്ന് പിന്നീട് പറഞ്ഞുതരാം. സ്കിൽ ഗ്യാപ്പ് കുറയ്ക്കാനാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് കൊണ്ടുവരുന്നത്. പിന്നെ ഒരു കാരണം എന്താണ്, നമ്മളിപ്പോ അതിനൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ കേരളത്തിൽ നിന്ന് ഒരാള് MBA ചെയ്തു, യു ഡൺ ഫ്രം ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. ഓക്കെ, നിങ്ങൾ അത് കഴിഞ്ഞ് മുംബൈയിലോ ബാംഗ്ലൂരോ ഡൽഹിയിൽ പോയിട്ട് ജോലി അന്വേഷിക്കുന്നു. നിങ്ങൾ എന്താ പറയാ ഇന്റർവ്യൂ സമയത്ത്? ഐ ഡൺ മൈ MBA ഓർ MCOM. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക? എവിടുന്ന നിങ്ങൾ ഇത് പാസ്സായത്? ആണോ അല്ലേ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അതേസമയം ജസ്റ്റ് ഗിവ് യു അനദർ സിനാരിയോ. നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ കൊല്ലം അല്ലെങ്കിൽ ആലപ്പുഴ എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ CA പഠിച്ചു പാസ്സായി എന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ എവിടെ ചെന്നിട്ടും പറയാം ഐ എം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. Do you think they will ask you from where you done CA?
അതാണ് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷന്റെ പ്രത്യേകത. And CA, no doubt, it's a very good qualification. We respect all the professional qualification. And we believe in that every qualification is created to serve the market and with different intention, different bandwidth, and different segment. ഇപ്പോൾ CA, ചാർട്ടേഡ് അക്കൗണ്ടൻസ് കൂടുതൽ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടൻസ് വിൽ ലുക്ക് ഇൻ ടു അതർ ഏരിയാസ് ആൻഡ് CFAs will look into other areas. സോ ഓരോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് മാർക്കറ്റിലുണ്ട്. അതേസമയം ഒരു CMA, the US CMA കഴിഞ്ഞ ഒരാള്, when you go and talk to people that you are a CMA holder, the benefit here, you get an international acceptance. People know what we mean by the certified management accountant. എന്താണ് നിങ്ങൾ അതിൽ പഠിക്കുന്ന സ്കിൽ സെറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാലിബർ എന്താണ്, നിങ്ങളുടെ നോളജ് എന്താണ്, നിങ്ങളുടെ സ്കിൽ സെറ്റ് എന്താണ്. ആൻഡ് ദേ ഓൾസോ നോ ദ പീപ്പിൾ ഹു കംപ്ലീറ്റഡ് CMA, ദേ ക്യാൻ വർക്ക് ഇൻ ദ ഇൻഡസ്ട്രി ബിക്കോസ് ദേ ലേൺഡ് ഇൻ എ ഡിഫറെന്റ് വേ. അതാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ പറയാൻ പോകുന്നത്. പിന്നെ ഒത്തിരി പേര് CMA ചെയ്യാൻ വരുന്നത്, they might be working in 25-30 years or 25 years in the organization. അവർക്ക് ഒരു ഹയർ ലെവലിലോട്ട് പ്രൊമോട്ടഡ് ആവണം. സോ they look at CMA as a professional certification for their career enhancement or career growth. പിന്നെ അടുത്തത് എന്താണ്, നമ്മളെപ്പോഴും ചെയ്യുന്ന കോഴ്സ്, ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ റെലവെന്റ് ക്വാളിഫിക്കേഷൻ, ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആണോ? നമ്മൾ ഇന്ന് ലീവ് ചെയ്യുന്നത്, it's a, you know, I will talk about again that in the next slide, you know, in the world of technology, analytics and robotics. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സിന് വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ ആവശ്യമുണ്ടോ, ആൻഡ് എന്താണ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ബെറ്റർ ഏർണിംഗ് പൊട്ടൻഷ്യൽ, സോഷ്യൽ സ്റ്റാറ്റസ്, നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി. ആരും ഇതൊന്നും ചെയ്തിട്ട്, ചിലർ സർവീസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ മോസ്റ്റ് ഓഫ് us want a daily income and we want to have a better salary or better business. അല്ലെ, ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ മനസ്സിലായത്. സോ ദീസ് ആർ സം ഓഫ് ദ റീസൺസ് ബിഹൈൻഡ് വൈ സംബഡി ഷുഡ് ലുക്ക് അറ്റ് എ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ. ഞാനിവിടെ പറഞ്ഞു, ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആണോ അല്ലെങ്കിൽ റെലവെന്റ് നോളജ് ആണോ നിങ്ങൾ പഠിക്കുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇൻ ദ വേൾഡ് ഓഫ് ടെക്നോളജി, റോബോട്ടിക്സ് ആൻഡ് അനലറ്റിക്സ്, അല്ലെ. ഇതൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ ഒത്തിരി സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന 3 വാക്കുകൾ: റോബോട്ടിക്സ്, ടെക്നോളജി, അനലറ്റിക്സ്, ഇൻഡസ്ട്രി 4.0, ഓൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, അല്ലെ? എന്താ ഉദ്ദേശിക്കുന്നത് കൊണ്ടൊക്കെ? നമ്മൾ ഒരു 10 years ബാക്ക് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ഇന്റർനെറ്റ് കഫേസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി ടെലിഫോൺ ബൂത്ത്സ് ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇന്റർനെറ്റ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഇന്റർനെറ്റ് കഫേയിൽ പോകണം, കുറെ നേരം അതിന്റെ മുമ്പിൽ ഇരിക്കണം, ആൻഡ് ദെൻ യു ക്യാൻ സീ ഇറ്റ്സ് ലൈക്ക് ലൈക്ക് സെർച്ചിങ് അല്ലെ, അല്ലെങ്കിൽ ബ്രൗസിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് ദെൻ യു ഗെറ്റ് 1 പേജ്, എന്റെ അടുത്ത പേജിലേക്ക് പോകണമെങ്കിൽ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, whether you want to go to a internet cafe or you do that in your mobile, അല്ലെ? അപ്പോ ടെക്നോളജി ആക്ച്വലി ഇൻ എ വേ ഇറ്റ് ഹെൽപ്ഡ് ഓർ ഈസ് ദ പേഴ്സൺ. ലൈക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒത്തിരി ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ഈസിലി കാര്യങ്ങൾ ചെയ്യാൻ ടെക്നോളജി ഒത്തിരി ബെനിഫിറ്റഡ് ആയിട്ടുണ്ട്. ബട്ട് ഓൾസോ തിങ്ക് അബൌട്ട് ദ ഇന്റർനെറ്റ് കഫേ സെന്റേഴ്സ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഇന്റർനെറ്റ് കഫേ സെന്റേഴ്സ് ഉണ്ടായി, 10 ഉണ്ടായിടത്ത് ഒരെണ്ണായി, അല്ലെ 5 ഉണ്ടായിടത്ത് ഒരെണ്ണായി. പല സ്ഥലങ്ങളിലൊന്നും ഇന്റർനെറ്റ് കഫേ ഇല്ല. Because there is no need of that, അല്ലെ? അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് ഈ ഇന്റർനെറ്റ് സെന്ററിൽ മാത്രമല്ല. പണ്ട് ടെലിഫോൺ നമുക്ക് ISD വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബൂത്തിൽ പോകണമായിരുന്നു. നൗ യു ക്യാൻ ഡു ഫ്രം യുവർ മൊബൈൽ, അല്ലെ? ഒത്തിരി ചേഞ്ചസ് ആണ് നമ്മുടെ ഇൻഡസ്ട്രി വന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, യു ക്യാൻ ഓർഡർ തിങ്സ് ഫ്രം യുവർ ഫിംഗർ ടിപ്സ് ആൻഡ് ദ നെക്സ്റ്റ് 2 days it will be delivered, and if you don't like it you can give it back. നമ്മൾ കടയിൽ നിന്ന് ഒരു സാധനം വെച്ച് തുറന്ന് അതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും? ഇല്ല. So there are a lot of benefits. പക്ഷെ എന്തുണ്ടായി, പല ഷോപ്സിനും പല ഷോറൂമുകളായി മാത്രം ഇരിക്കുന്നു. There is no purchase happening. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്നത് ഒരു ഓട്ടോമേറ്റഡ്, ലൈക്ക് എന്തൊക്കെ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുണ്ടോ അതൊക്കെ ഓട്ടോമേറ്റഡ് ആവുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇത് ഫൈനാൻസ് സെക്ടറിലും എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു ദ സ്റ്റഡീസ് വാട്ട് ദേ സേ, ഇന്ന് കാണുന്ന 50% ജോബുകളും ഇൻ ദ നിയർ ഫ്യൂച്ചർ യു വോണ്ട് ഫൈൻഡ് ഇറ്റ്.
അപ്പൊ ഞാൻ ചോദിക്കും, നമ്മൾ ഈ പഠിച്ചിറങ്ങുന്ന ബികോം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ BBA പഠിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ ഇതിന് ഒരു വാല്യൂ ഇല്ലാണ്ടാവും. ഇൻ റിയാലിറ്റി മേ ബി യെസ്. യു മൈറ്റ് ഗെറ്റ് ദ ഫൗണ്ടേഷൻ. പക്ഷേ ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളതല്ല. ഓർ ഇറ്റ്സ് ഇൻ ദ ബേസ് ലെവൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വി നീഡ് ടു ലുക്ക് അറ്റ് എ സർട്ടിഫിക്കേഷൻ വിച്ച് ഇസ് ഫ്യൂച്ചർ ഫോക്കസ്ഡ്. ഇപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തരാണ്. നമ്മളെല്ലാവർക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടന്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അല്ലെ? അക്കൗണ്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് എന്താ? ഒരു കടയിലോ ഒരു ഓഫീസിലോ ഒരു ഡെസ്കും ബെഞ്ചും ഇട്ട് ഇരിക്കുന്ന കുറെ കണക്കുകൾ പുസ്തകങ്ങളൊക്കെ മുമ്പിലിരിക്കുന്നു. ഇപ്പൊ കണക്ക് പുസ്തകങ്ങളൊക്കെ മാറി ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരാളാണ് അക്കൗണ്ടന്റ് അല്ലെ? നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. ഒരു കുറച്ചും കൂടി ഹയർ ലെവലിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് എന്താ അവർ ചെയ്യുന്നത്? ഐ ഹോപ്പ് യു നോ ദ ആൻസേഴ്സ്. ലൈക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം. ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് നിങ്ങളുടെ അഭിപ്രായത്തില് യു ആർ ഓഡിബിൾ. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റിന്റെ ജോബ് എന്താണ്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ അതിനുള്ള ഉത്തരം കൊടുക്കാമോ? ഇവിടെ പാസ് മാർക്ക് ഒന്നുമില്ല, നിങ്ങൾ തെറ്റിയാലും കുഴപ്പമില്ല. ബട്ട് ഐ വാണ്ട് ടു സീ യുവർ പാർട്ടിസിപ്പേഷൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റിന്റെ ജോബ്? നിങ്ങൾ വേഗം ഉത്തരം തരികയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് വേഗം പോവാം. നോ ആൻസേഴ്സ്. നിങ്ങൾ ആരും കേൾക്കാതിരിക്കുന്നതാണോ അതോ ആൻസർ ചെയ്യാതിരിക്കുന്നതാണോ? Recording, classifying, analyzing, interpreting financial transaction. Ankita, thank you for the answer. Really appreciate your first answer, even though it is part of your definition, internal audit. Thank you. Pravina. Internal audit. No other answers? No problem. അങ്ങനെയാണെങ്കിൽ okay, keeping the accounts and everyday financial transaction. Thank you, Shankar, Pravina, and Ankita, if I right. അങ്ങനെയാണെങ്കിൽ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ജോബ് എന്താ? ഞാൻ നിങ്ങൾക്ക് അതിനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ കേട്ട് കാണുന്ന ഒരു കാര്യമായിരിക്കും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അല്ലെ? ഒന്ന് ജസ്റ്റ് ഒരു ഉദാഹരണം. എൻ്റെ കയ്യിലൊരു പേന ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എൻ്റെ ഒരു പേന ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പെൻ ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. 10 രൂപയാണ് ഈ പെന്നിന്റെ വില. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഈ പെൻ നിങ്ങളിപ്പോൾ മേടിക്കുകയാണെങ്കിൽ ഞാൻ വേറെ ഒരു പെൻ അതുപോലത്തെ പെൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അല്ലെ? നമ്മളെല്ലാം കേട്ടുപരിചയമുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായത്തില് നമ്മൾ എന്തിനാണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ് കൊണ്ടുവരുന്നത്? 10 കൊല്ലത്തെ ഒരു പ്രാക്ടീസ് ഉള്ള അല്ലെങ്കിൽ 10 കൊല്ലം മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. Now I am saying when you buy one pen for 10 rupees, I will give you another same pen free of cost. എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്? Many answers. നിങ്ങൾ ആരും ഉത്തരം തരുന്നില്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ സ്കിപ്പ് ചെയ്യും. I'll come to the point. For increasing sales, thank you Jayalashmi. Increase sales, thank you Pravina. Shankar, it might saturation manufacturers want to keep the high demand. Thank you. Due to competition, attract customers. I really appreciate the students who are giving answers. Attract customers. Any other answers? Any weird ones in the class? They might be giving the right answer. The people who think different to attract customers.
more people to get attention of customers. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എനിക്ക് അറ്റൻഷൻ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ബൈ വൺ ഗെറ്റ് വൺ ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ മഞ്ജു വാര്യനെ കൊണ്ടോ അഡ്വർടൈസ് ചെയ്യുന്നതാണോ നല്ലത് ഫോർ അറ്റൻഷൻ ഓർ ടു അട്രാക്ട് കസ്റ്റമേഴ്സ്? ബ്രാൻഡിങ് ആണോ ഞാൻ ഇവിടെ ചെയ്യുന്നത്? ഇൻക്രീസ് ദ ഡിമാൻഡ്. I'm still not getting the answer. നിങ്ങൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും. ഇതിന് വലിയ തിയറിയും ഇതൊന്നും വേണ്ട. നമ്മൾ സാധാരണ ഒരു കടയിൽ പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ സെൻസ്, പ്രൈസ് ബെനിഫിറ്റ്, സാധാരണ ഒരു റീസൺ വൈ വി ഗോ, വൈ കമ്പനി. ഓക്കെ, I got it when companies do buy one get one offer തരുമ്പോൾ നമ്മളൊക്കെ അട്രാക്റ്റഡ് ആയിരിക്കും, ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഞാനും നമ്മുടെ ഓഫർ സമയങ്ങളിൽ ആമസോണിൽ നിന്നാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആമസോണിന്റെ 100% അല്ല, ബൈ ഫ്രം ഡിഫറെന്റ്, സോ ഐ എം നോട്ട് എൻഡോസിങ് എനി വൺ. എനി അതർ ആൻസേഴ്സ്? അപ്പൊ നമ്മളൊരു ബൈ വൺ അല്ലെങ്കിൽ ഓൾഡ് പ്രൊഡക്റ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു സേ ദാറ്റ് വേ, ലൈക്ക് നമ്മളൊരു ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സിന് നമ്മുടെ കേരളത്തിലൊക്കെ ഒത്തിരി ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ് ഷോപ്സ് വരാറുണ്ട് അല്ലെ? ആ സമയത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കമ്പനീസ് ബൈ വൺ ഗെറ്റ് വൺ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. I'm expecting at least one student will give me that answer. Stock Tirkan. Exactly, Abarna. Thank you very much for that answer. So most of the companies do buy one get one offers to get rid of old stock. എന്റെ ചോദ്യം, അടുത്ത ചോദ്യം ഇതാണ്, നമ്മൾ അങ്ങനെ ഒരു സ്റ്റോക്ക് ക്ലിയറൻസിന് വേണ്ടി നമ്മൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ചെയ്തത് കൊണ്ട് എന്റെ കമ്പനിക്ക് നഷ്ടം വരുമോ ഇല്ലയോ? Some of you say yes, some of you say no. നമ്മൾ എന്ത് ബേസിസിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആരാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്? So that is where I would say you need to think like a management accountant. So management accountants ചെയ്യുന്നത് എന്താണ്? ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ്, ഒരു അക്കൗണ്ടന്റ് ആളുടെ ജോബ് എവിടെ ഫിനിഷ് ചെയ്യുന്നു അവിടെയാണ് I would say like a management accountant job start ചെയ്യുന്നത്. So management accountants are finance and accounting professionals who create value for the organization and work as strategic business partners. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടന്റ്, ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയി നോക്കി വാല്യുവേറ്റ് ചെയ്ത് ഒരു കമ്പനിയുടെ വാല്യുവേഷൻ നോക്കി, അല്ലെങ്കിൽ ലൈക്ക് ലുക്ക് അറ്റ് ഓഡിറ്റ്, ടാക്സ് അഷുറൻസ്, കംപ്ലയൻസ് സൈഡുകളൊക്കെ നോക്കി ഇതാണ് ഒരു കമ്പനിയുടെ യഥാർത്ഥ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് എടുത്തു കാണിക്കുമ്പോൾ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്താ ചെയ്യുന്നത്? ഈ റിപ്പോർട്ടും ബിസിനസിന്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് ഹൗ ടു ഹെൽപ്പ് ഓർഗനൈസേഷൻ ഇൻ ടേക്കിംഗ് എ റൈറ്റ് ഡിസിഷൻ. അതുകൊണ്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്സ് വർക്ക് മോർ ആസ് എ വാല്യൂ ക്രിയേറ്റേഴ്സ് ദാൻ വാല്യുവേറ്റേഴ്സ്. അവർ ചെയ്യുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നോക്കുകയല്ല, അതിനേക്കാൾ കൂടുതൽ അവർ എന്താണ് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ളത് അതിനോട്ടുള്ള ഇൻഫോർമേഷൻസ്, അനാലിസിസ്, റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്ത് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ട് ആക്കേണ്ട പ്രത്യേകത പ്ലാനിങ്, മാനേജിങ് റിസ്ക്, കോസ്റ്റ് മാനേജ്മെന്റ്, പെർഫോമൻസ് മെഷർമെന്റ്, ഡിസിഷൻ അനാലിസിസ്. ഞാൻ ഈ എല്ലാ ജാർഗൻസും പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇൻ റിയാലിറ്റി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരാള് കുറേയും കൂടി ഒരു ബിസിനസ് ഡിസിഷൻ മേക്കറുടെ കൂടുതൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് കമ്പനിയിൽ എടുക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് they don't need only to work only in finance or accounting and auditing. നമ്മുടെ റിപ്പോർട്ടും പറയുന്നത് അങ്ങനെ തന്നെയാണ്. CMA കഴിഞ്ഞ 80% ലോകത്തിലുള്ളവരും പറയുന്നത് അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് about they believe or what they actually feel it, their certification enhance the ability to move across areas of business. ഇതൊരു പ്രത്യേകത. CMA കഴിഞ്ഞ ഒരാൾക്ക് അക്കൗണ്ടിംഗിൽ മാത്രമല്ല, you can work in accounting, you can work in finance, you can work in IT, operations and senior
leadership levels. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഡിഫറൻസ്. നമുക്ക് ഒത്തിരി പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്, CA, CPA, CCA, ഒത്തിരി അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, വെൽ ഗുഡ് ക്വാളിഫിക്കേഷൻസ്. വി റെസ്പെക്ട് ഓൾ ദ ക്വാളിഫിക്കേഷൻ. ഈ ക്വാളിഫിക്കേഷൻസിന്റെ പ്രത്യേകത എന്താണ്? ദേ ലുക്ക് അറ്റ് മോർ ഓൺ ഓഡിറ്റ്, ടാക്സ്, അഷുറൻസ്, കംപ്ലയൻസ് ആൻഡ് ദേ വാലുവേറ്റ്. മാനേജ്മെന്റ് അക്കൗണ്ടൻസ് അതിന്റെ മറ്റൊരു സൈഡിൽ എന്താ ചെയ്യുക? ദേ ലുക്ക് അറ്റ് ഡെവലപ്പിംഗ്, ഇംപ്ലിമെന്റിംഗ്, managing and reporting the organization performance and help organization in taking the right decision within the organization. So we need accountants, we need management accountants. So if you want to be a leader, who want to work with many people, who want to be a decision maker, I would say CMA is one of the best qualification you can look at. ഇന്ന് CMA കഴിഞ്ഞ 34% ആൾക്കാരും ഇന്ന് വർക്ക് ചെയ്യുന്നത് CEO, CFO അല്ലെങ്കിൽ കൺട്രോളേഴ്സ് ആയിട്ടാണ്. 22% of them work as managers and directors. 33% of them work as cost accountants, management accountants, pricing specialists, investment specialists, risk management specialists. They work in F&A, FP&A, costing profiles. So ഈ ഒരു ഏരിയയിലാണ് ഇന്ന് CMA കഴിഞ്ഞ freshers and experienced people working. Now, ഈ പ്രൊഫൈലിന്റെ ഒരു പ്രത്യേകത എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 33% ആൾക്കാർ ചെയ്യുന്ന ജോബ് എന്താണ്? They analyze and create reports. 22% ചെയ്യുന്നത് എന്താണ്? They prepare the final decisions or helping the final decision makers to make the final decision. And 34% ചെയ്യുന്നത് എന്താണ്? They are the decision makers. അപ്പോൾ CMA കഴിയുന്ന ഒരാൾക്ക്, one second. So CMA കഴിയുന്ന ഒരാളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് CMA എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്? ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റെലവെന്റ് നോളേജ് ആണോ നിങ്ങൾ പഠിക്കുന്നത്. Every 5 to 6 years IMA go around the world and ask the employers and members around the world what kind of skill set you are expecting from your finance and management accountants in your industry in the near future. ഇനി വരാൻ പോകുന്ന അടുത്ത കാലഘട്ടത്തിൽ നിങ്ങളുടെ ഫിനാൻസ് എംപ്ലോയീസിന് ഏത് തരത്തിലുള്ള സ്കിൽ സെറ്റ് വേണമെന്നാണ് നിങ്ങൾ നോക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയും ജോബ് അനാലിസിസ് സ്റ്റഡി. ഈ ജോബ് അനാലിസിസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് IMA's മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് കോമ്പിറ്റൻസി ഫ്രെയിംവർക്ക്. എന്താണ് IMA മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് കോമ്പിറ്റൻസി ഫ്രെയിംവർക്കിൽ പറയുന്നത്? There are certain skill set industry looking forward. And what are these skill set? Strategy, planning, performance, reporting and control, business acumen and operation, technology and analytics, professional ethics and values, and finally it is centered with the leadership skills. ഇതാണ് ഒരു ഫൈനാൻസ്, ഒരു CFO ടീമിൽ അല്ലെങ്കിൽ ഒരു ഫൈനാൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഇന്ന് ഇൻഡസ്ട്രി പ്രതീക്ഷിക്കുന്നത്. Definitely you need to be more forward looking and helping organization in taking decisions based on working in multiple areas. നമുക്ക് പറയാം analytics and technology is again part of the CMA syllabus. ഇപ്പോൾ ഒരു അനലിറ്റിക്സ് എന്തിനാണ്, അല്ലെങ്കിൽ നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തിനാ? വൈ വി നീഡ് ടു നോ അബൌട്ട് ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ്. ഇന്ന് ഇഫ് അനലിറ്റിക്സ് ക്യാൻ പ്രെഡിക്ട് ദ ഫ്യൂച്ചർ, ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ജോബ് എന്ന് പറയുന്നത് ആ പ്രഡിക്ഷനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളത് കൂടി ഉള്ളതാണ്. സോ യു നീഡ് ടു നോ ഹൗ ദാറ്റ് വർക്ക്സ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതേ കാര്യങ്ങളാണ് നിങ്ങൾ CMA സർട്ടിഫിക്കേഷനിലും IMA മെമ്പർഷിപ്പ് ബെനിഫിറ്റുമായിട്ട് നിങ്ങൾ പഠിക്കുന്നത്. ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സൈഡ് എന്താണെന്ന് അറിയോ? മറ്റുള്ള ഇന്ത്യൻ UK ക്വാളിഫിക്കേഷനെ പോലെ ഒരു 14 to 20 എക്സാംസ് ഒന്നുമില്ല. You only need to write 2 exams, and we call it 2-part exam. It's not 2 exams, it's 2-part exam. എന്താണ്? Each part consists of 6 core practice areas of management accounting. So 6 plus 6. നിങ്ങൾ പഠിക്കുന്നത് in a broader way 12 core practice areas of management accounting ആണ്. ഈ 6+6 സബ്ജക്ട്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് നിങ്ങൾ 2 എക്സാമിലൂടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ എക്സാമിന് എങ്ങനെയാണ് നടക്കുന്നത്? 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും 2 essay ക്വസ്റ്റ്യനും. ഇതാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്.
അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഞങ്ങൾ 3 കൊല്ലം കൊണ്ട് ഒരു ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ അത് പാസ്സാവുന്ന 36 സബ്ജക്റ്റ് ആണ്, എന്നിട്ടാണോ ഈ 2 പേപ്പർ അല്ലേ? ബട്ട് ഐ വുഡ് സേ നിങ്ങൾ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന പോലെ പഠിച്ചാൽ ഇതുകൊണ്ട് ഈ സർട്ടിഫിക്കേഷൻ കിട്ടില്ല. നമ്മൾ ഡിഗ്രിക്ക് എങ്ങനെയാണ് പഠിക്കുന്നത്? പരീക്ഷയുടെ ഒരു ദിവസം മുമ്പ് അല്ലെ? ഇവിടെ ഞാൻ പറയും സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലർലി ഒരു 1.5 to 2 hours എവറി ഡേ സിസ്റ്റമാറ്റിക് ആയി പഠിക്കുന്ന ഒരു കുട്ടി യു ക്യാൻ കംപ്ലീറ്റ് CMA വിത്ത് മച്ച് ഫാസ്റ്റർ. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഇന്ന് ഒരു കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹീസ് വർക്കിംഗ് റൈറ്റ് നൗ ആൻഡ് ഹീസ് ലുക്കിംഗ് ഫോർ എ കരിയർ ചേഞ്ച്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കുട്ടി ഒരു എക്സാമ്പിൾ പറയുന്നു. ഞാൻ CMA കഴിഞ്ഞു, ഒരു 4 വർഷം മുമ്പാണ് ഞാൻ കേരളത്തിൽ നിന്ന് CMA കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ വന്നത്. ബാംഗ്ലൂർ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തെ 6 മാസം ജോബൊന്നും കിട്ടിയില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു ജോബ് കിട്ടാത്തത് ക്വാളിഫിക്കേഷൻ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഇന്റർവ്യൂവിൽ പാസ്സാവാത്തത് കൊണ്ടാണ് ജോബ് കിട്ടാത്തത്. എന്തുകൊണ്ടാണ് ഇന്റർവ്യൂവിൽ പാസ്സാവാത്തത്? ആൾക്കതും മനസ്സിലായി, കാരണം ലാംഗ്വേജ് ഇല്ല. യു ഡോണ്ട് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ ആളെന്നോട് പറയായിരുന്നു, ആദ്യത്തെ ഇന്റർവ്യൂവർ ചോദിച്ചു വാട്ട് ഇസ് ദ 3 golden rules ഓഫ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ വിചാരിച്ചത് എന്തിട്ട് 3 golden rules എന്ന് ചോദിച്ചാൽ ആൾ ഉത്തരം പറയാൻ പറ്റിയില്ല. Then he understands the 3 golden rules are we all know അല്ലെ? നമ്മള് ലൈക്ക് പേഴ്സണൽ നമ്മളെല്ലാം പഠിച്ചു, 3 ഇത് പഠിച്ചപ്പോൾ എനിക്ക് പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് തോന്നുന്നു നമ്മളിത് പഠിച്ചു തുടങ്ങുന്നത് അല്ലെ? സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ certification will give you a brand, but you should know how to sell your brand. അതിന് വേണ്ടത് ഒന്ന്, നമുക്ക് കേരളത്തിൽ വേണ്ടത് എനിക്ക് ബേസിക് ഒന്നും നത്തിങ് എൽസ്, ജസ്റ്റ് 1 thing, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കാരണം കേരളത്തിലെ കുട്ടികൾ നമുക്ക് പലപ്പോഴും കിട്ടുന്ന ഫീഡ്ബാക്ക് ദേ ഡോണ്ട് ഹാവ് കോൺഫിഡൻസ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ കോൺഫിഡൻസ് ഇഷ്യൂ അബൌട്ട് ദ ടോപ്പിക്, ഇറ്റ്സ് എ കോൺഫിഡൻസ് ഇഷ്യൂ അബൌട്ട് ദ കമ്മ്യൂണിക്കേഷൻ. ഇത് നമുക്ക് പല കോർപ്പറേറ്റ്സ് നമുക്ക് ചില നേരത്തെ ഫീഡ്ബാക്ക് തരാറുണ്ട്. ഐ മീൻ there are lot of Keralites are getting recruited, but on the same time some recruiters come back and say നമുക്ക് ചെറിയൊരു ചാലഞ്ച് വരുന്നത് ഈ കുട്ടികളുടെ ലാംഗ്വേജിന്റെ ഇഷ്യൂ ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് സർട്ടിഫിക്കേഷൻ വിൽ ഗിവ് യു എ ബ്രാൻഡ്, ബട്ട് improve your communication skills. Improve your communication skills. Even start your own bloggers, or you start your own video channels or YouTube channels. Try to do some funds in that. You still learn. Look at any opportunity to learn and improve your communication skills along with the certification, and that will give you a career growth. So ഞാൻ പറഞ്ഞു 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും 2 essay ക്വസ്റ്റ്യൻ ആണ് ഒരു എക്സാമിൽ വരുന്നത്. അങ്ങനത്തെ 2 എക്സാം ആണ് എഴുതേണ്ടത്. And ഈ exams can be taken anytime within 6 months in a year. Jan, Feb, May, June, September, October. 6 മാസം ഈ എക്സാം നടക്കുന്നുണ്ട്. ലോകത്തിന്റെ എവിടെ പോയിട്ട് വേണമെങ്കിൽ പരീക്ഷ എഴുതാം. സെയിം എക്സാംസ് ആണ്, നോ ഡിഫറൻസ് അറ്റ് ഓൾ. ആൻഡ് നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ അതിനൊരു ജസ്റ്റ് ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ പറയും നമുക്ക് അപ്ലിക്കേഷൻ നോളജ് വേണം എന്ന് അല്ലെ? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഉത്തരം കൊടുക്കാം. Is it possible to predict ice cream sale in Kerala in the month of March, April? ഈ വരുന്ന മാർച്ച് ഏപ്രിൽ 2021 കേരളത്തിലെ ഐസ്ക്രീം സെയില് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഉണ്ടെങ്കിൽ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? I want to see your answers. Is it possible to predict ice cream sale in Kerala? If yes, how can you do that? Any answers? ആരുടെ ഉത്തരം കാണാനില്ല. അപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാനുമില്ല, പ്രെഡിക്റ്റ് ചെയ്യാതിരിക്കാനുമില്ല അല്ലെ? Any answers from you all? ഞാൻ സാധാരണ ഇത് 12th സ്റ്റാൻഡേർഡിലെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, and അവരതിന് ഉത്തരം തരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളിപ്പോ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഐസ്ക്രീം, യെസ്, ഐ മീൻ Shankar, if you say yes, good, but you can also tell me how can you do that? How can you predict the future? On what basis? Don't come back and say it's hot season summer, that we all know. There is no need of prediction for that. ഇന്ന് കേരളത്തിലെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്, സമ്മറിൽ തന്നെ മഴയും പെയ്തുകൊണ്ടിരിക്കും അല്ലെ? സോ അത് ഞാൻ പറയുന്നില്ല. ബട്ട് ഐ മീൻ there are issues and concerns, but is there a way to do that? അതാണ് എന്റെ ക്വസ്റ്റ്യൻ.
Any other answers? ഞാൻ പറഞ്ഞു 11th-ലെയും 12th-ലെയും സിമ്പിൾ ലോട്ട് ഓഫ് ഐസ്ക്രീം വാസ് ഗോയിങ് അറൗണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞതിന് ഉത്തരം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാം. നിങ്ങളുടെ 11th 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യത്തിന്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വരുന്നത്. ഈസ് ഇറ്റ് പോസിബിൾ ടു പ്രെഡിക്റ്റ്? നിങ്ങൾ 11th-ലോ 12th-ലോ പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സിന്റെ ഭാഗമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് വരാറുണ്ട്. അതിൽ വരുന്ന ഒരു കാര്യമാണ് ട്രെൻഡ് അനാലിസിസ്. ഇപ്പൊ പറയും, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ ട്രെൻഡ് അനാലിസിസ്? സാധാരണ ട്രെൻഡ് അനാലിസിന്റെ ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ എക്സാം ആയിട്ടാണ് എനിക്ക് എന്റെ ഓർമ്മയിൽ വന്നിട്ടുള്ളത്. ആൻഡ് യു മൈറ്റ് സ്കോർ 5 out of 5. എന്താ ട്രെൻഡ് അനാലിസിസ് ചെയ്യുന്നത്? യു ലുക്ക് അറ്റ് ദ ലാസ്റ്റ് 4 or 5 years പെർഫോമൻസ് of sales of an anything of that organization, and you predict in your future. അല്ലെ, നമ്മളിത് പഠിച്ചു, പരീക്ഷയ്ക്ക് 5 out of 5 കിട്ടി, പക്ഷെ അത് ആ മാർക്കിൽ ഒതുങ്ങി. When I asked you a question about the same, you don't know how to do it. അല്ലെ, നിങ്ങളോട് ചോദിച്ചു നോക്കുക. നിങ്ങൾ ട്രെൻഡ് അനാലിസിസ് പഠിച്ചിട്ടുണ്ട്, എന്താ ചെയ്യുന്നതെന്ന് അറിയാം, but you don't know how to use it and how to use it. ഇതാണ് CMA പഠിക്കുമ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട പാറ്റേൺ. ഇത്രയും കാലം നിങ്ങൾ പഠിച്ചത് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഇറ്റ് ഈസ് ഓർ ഡിഫൈൻ ഇറ്റ് ഈസ് ആണെങ്കിൽ, ഇന്ന് നിങ്ങൾ കുറേ കൂടി അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ലെവലിലാണ് നിങ്ങൾ ഇത് പഠിക്കുന്നത്. കുറേ കൂടി നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, വേർ ഇറ്റ് ഈസ് ഗോയിങ് ടു യൂസ് ഇറ്റ്, വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. ലൈക്ക് നമ്മൾ പറയും, ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്നവരാണെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ചെറിയ പേപ്പർ NPV അനാലിസിസ്, എന്തിനാണ് അതൊക്കെ നമ്മൾ ചെയ്യുന്നത്, എന്തിനാണ് ഇത് പഠിക്കുന്നത്? ആസ്ക് യുവർ സെൽഫ്. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിലൊരു 4നും 6നും അല്ലെങ്കിൽ ഒരു 3 to 7, ഞാൻ പറയാം, ഇത്രയും പ്രായത്തിലുള്ള ആരെങ്കിലും അനിയനോ കസിൻസോ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് വാച്ച് ദം. നിങ്ങൾ അവരോട് പറയും, ഇത് മൗസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിന്റെ കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ ഇവിടെ എന്തിനാ ഒരു ബട്ടൺ ഇവിടെ ഇരിക്കുന്നത്, വൈ ദർ ഇസ് എ ലൈറ്റ് കമ്മിങ് അപ്പ്. അവരൊരു 10 ക്വസ്റ്റ്യൻ അതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കും. ജസ്റ്റ് വാച്ച് ദം. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. യു ഹാവ് ടു ആസ്ക് യുവർ സെൽഫ് ദ ക്വസ്റ്റ്യൻ. അതുപോലെ അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട്, കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ആൻഡ് ഇഫ് യു ഡു ദാറ്റ്, യു നോ ഹൗ ടു ഡു തിങ്സ് ഇൻ ദ റിയൽ സിറ്റുവേഷൻ. ഇതാണ് നിങ്ങൾക്ക് പഠിക്കുക, അല്ലെങ്കിൽ ഇതാണ് ഈ ഒരു ലെവലിലാണ് IMA നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് CMA സർട്ടിഫിക്കേഷനിലൂടെ. ഇനി ഫൈനലി നിങ്ങൾക്കൊരു ക്വാളിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആകണമെന്നുണ്ടെങ്കിൽ, സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 എക്സാം പാസ്സായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്നാൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 എക്സാം എഴുതി പാസ്സാവുന്നതാണ്. 2 കൊല്ലത്തെ എക്സ്പീരിയൻസും വിത്ത് ആക്റ്റീവ് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ CMA സർട്ടിഫിക്കേഷൻ, ആൻഡ് യു ക്യാൻ യൂസ് ലൈക്ക് ശങ്കർ വാസുദേവൻ CMA or Abarna CMA. If you want to use it, you can use it in that way. So IMA എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിന്റെ ഒരു ഭാഗമാണ് CMA certification, but we do have a lot of things, free webinars. I mean, only members can do CMA, and members get a lot of free benefits. You can enjoy that. You can be part of the webinar. You can get a lot of information about things around the world by attending the webinars. A lot of events and activities you can participate. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. നിങ്ങൾ ഓരോ കോഴ്സുകൾ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഫ്രീ കോഴ്സസ് ആണ് ഇത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ബാഡ്ജസ് കിട്ടും. യു ക്യാൻ യൂസ് ഇൻ ദാറ്റ് ഇൻ യുവർ social media. And we do a lot of activities for students, even for corporates and members. So we are a community of people to help you, support you, guide you. And it's not just ending like നമ്മുടെ സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ MBA MCom കഴിഞ്ഞ കോളേജിൽ നിന്ന് താറ്റ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, വന്നിട്ട് അലുമിനി മീറ്റ് എന്ന് പറഞ്ഞൊന്നും വെക്കുന്നല്ലാതെ ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന്റെ പ്രത്യേകത, once you even get qualified, you are part of the community. You learn, you grow, you network. ഇതൊക്കെയാണ് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളിൽ ആർക്കെങ്കിലും, if you want to grow in your career, and if you want to be a decision maker, if you want to work in a corporate or want to start your own company and run it in a profitable manner, CMA as a certification will give you the knowledge for doing that. Definitely you have to improve, I would say Keralathil ayukonde njan parayana, you have to improve your communication skills. That will give you more confidence to face interviews and work in the corporate.
ഞാനും നിങ്ങളെ പോലെ കേരളത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരാളാണ്. എന്നോടും കുറെ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞു. ആദ്യത്തെ ഒന്നും പറഞ്ഞപ്പോൾ ആരും പറഞ്ഞപ്പോൾ കേട്ടില്ല. പക്ഷെ ഡിഗ്രി കാലഘട്ടത്തിൽ വന്നപ്പോൾ എനിക്കൊരു പേടി വന്നു. കാരണം അടുത്ത 3 കൊല്ലം കഴിഞ്ഞാൽ ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ആൻഡ് ദാറ്റ്സ് റിയാലിറ്റി. അത് കഴിഞ്ഞ് പാരന്റ്സിനോട് എനിക്ക് ഇനി ജോലി വേണം, എനിക്ക് അടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, അല്ലെ? ഐ ഹാവ് ഡൺ മൈ മാസ്റ്റേഴ്സ് വിത്ത് മൈ ഓൺ കോസ്റ്റ്. ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച പൈസ കൊണ്ട് ഞാൻ MBA ചെയ്തു. And I've done it from Bangalore Christ University. And I worked in UK for a year, and that give me enough money to do my masters. ഞാൻ പറഞ്ഞ ഞാൻ പുറത്ത് പോയി ഒരു കൊല്ലം വർക്ക് ചെയ്ത് എനിക്ക് കിട്ടിയ പൈസ വന്ന് ഞാൻ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തു, എൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ പറയും, ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ഇന്നും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് എൻ്റെ ആ കമ്പനിയിൽ ആ സമയത്ത് റിക്രൂട്ട് ചെയ്ത ആൾക്കാരിൽ വെച്ച് ഏറ്റവും കൂടുതലായിരുന്നു. എത്രയെന്നറിയോ? 10,500 രൂപ സാലറി. ഐ സ്റ്റാർട്ടഡ് ഫ്രം there. Now what I'm saying, salary is one side. ഞാൻ പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ട് എന്ന ഒരു ലെവലിലാണ് ഞാൻ എൻ്റെ ജോബ് സ്റ്റാർട്ട് ചെയ്തത്. Now with number of years now I'm here. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കിപ്പോഴും ഐ റെസ്പെക്ട് മൈ വൈസ് പ്രിൻസിപ്പൽ ഓഫ് ദ കോളേജ്, രവീന്ദ്രൻ സാർ എന്നാണ്. സാർ അന്ന് ക്ലാസ്സിൽ വന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഇത് ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ യു വോണ്ട് ഏബിൾ ടു ഗ്രോ. അത് സത്യമാണ്. ഇപ്പൊ ഞങ്ങളോട് ലാംഗ്വേജ്, അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ 50-60 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് വി ഓൺലി 3 of us we were start talking in ഇംഗ്ലീഷ്. ഞങ്ങളുടെ പേഴ്സണൽ സമയം വരുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും. ആൾക്കാർ കളിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ആക്ച്വലി ഹെൽപ്ഡ്. കാരണം എനിക്കത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ ഉടനെ UK പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ വാട്ട് ഐ വാണ്ട് ടു സേ, എ ഫ്യൂ steps which you do it right now along with your graduation and professional qualification will help you to grow. So please work on that. And if anyone is interested in CMA, we are here to help you. We do have Balachandran from Vidyaruba as our partner, and I heard that the college is looking at offering CMA program within the college for you. And if that opportunities comes to you, please take it up. Thank you very much. And any questions നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങാം. I'm handing over to Balachandran. But any time now onwards you can start posting your queries, and നമുക്കത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Thank you, Bala, over to you. Thank you, Fenil. നമ്മളുടെ കൂടെ SCMS കോളേജില് CMA, അതായത് 2017 BComന്റെ കൂടെ തന്നെ CMA പഠിച്ച് 2 പാർട്ടും ക്വാളിഫൈ ചെയ്ത മിസ് അഭിനിത പിള്ളെ നമ്മുടെ കൂടെ ഉണ്ട് സംസാരിക്കാനായിട്ട്. അഭി, ഒരു 2 to 3 minutes അഭി എടുത്തോളൂ. Yes sir. Hello, am I audible? Yes Abhi. Okay sir. Okay, so നിങ്ങളെ പലരെയും പോലെ തന്നെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ CMA സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാനും. ഇവിടെ എറണാകുളത്ത് SCMS സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റിൽ BCom പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും CMAക്ക് ജോയിൻ ചെയ്തത്. സോ മെയിനായിട്ട് കോളേജ് വഴി വിദ്യാരൂപ വന്നു. നമ്മൾ അങ്ങനെയാണ് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതും. സോ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പം ജസ്റ്റ് വെറുതെ ഒരു ഡിഗ്രി പാസ്സായി ഇറങ്ങുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ടാകും. അപ്പം അത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഫെർദർ എന്തെങ്കിലും കാര്യത്തിനോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. കാരണം ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ആണ് നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാവുന്നത്. സോ അങ്ങനെയാണ് ഞാനും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കൂടി CMAക്ക് ജോയിൻ ചെയ്യുന്നതും. ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിഗ്രിക്ക് കൂടെ പഠിക്കുമ്പോൾ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സോ മെനി ഡിസ്കൗണ്ട്സ്. യൂഷ്വലി എപ്പോഴും തരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല കൂടുതൽ ഇൻഫർമേഷൻ. പക്ഷെ ഡിഗ്രിക്ക് കൂടെ ചെയ്യുമ്പം IMA ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. സോ ബാക്കി പ്രൊഫഷണൽസ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിൽ തന്നെ സ്റ്റുഡൻസിന് പഠിക്കേണ്ടി വരില്ല. എക്സാംസ് ഫീസും എല്ലാ കാര്യങ്ങളും റിഡക്ഷൻസ് വരുന്നത് കൊണ്ട് തന്നെ അത് ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ ഞാൻ BCom പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് CMA ടോപ്പിക്സും BCom ടോപ്പിക്സ് ആയിട്ട് പലതും റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കാൻ നേരത്താണ് CMAക്ക് ജോയിൻ ചെയ്തത്. സോ CMAയിൽ ഞാൻ പഠിച്ച് കവർ ചെയ്ത കുറെ കാര്യങ്ങൾ എനിക്ക് പിന്നീട് BCom എക്സാംസിന് വന്നപ്പോ എക്സാമിന് പഠിക്കാനിരിക്കേണ്ടി വന്നില്ല. ബിക്കോസ് സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. സോ ഐ കുഡ് സ്കോർ മോർ. അതുകൊണ്ട് CMA അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ എനിക്ക് BComന് കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റി. അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ ഉണ്ടായി. ആകെ നമ്മൾ ചെയ്യേണ്ടത്
എന്താ സ്റ്റുഡൻസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി ഹെക്റ്റിക് ആയിരിക്കും. ഒരു ഡിഗ്രിയുടെ കൂടെ നോക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ കുറച്ച് കഷ്ടപ്പെടാൻ റെഡിയാണ്, കുറച്ച് കറക്കമൊക്കെ കുറച്ച് ഫോണൊക്കെ മാറ്റി വെച്ച് കുറച്ച് കഷ്ടപ്പെടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി വർത്തി. കാരണം നമുക്ക് പിന്നീട് അത് നമുക്ക് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈവൻ ഐ റിമെമ്പർ CMAയുടെ ഒരു പാർട്ട് കഴിഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഈവൻ വിദ്യാരൂപയിൽ തന്നെ സാറ് നമുക്ക് എന്തോ ആമസോൺ അങ്ങനത്തെ ഓരോരോ കമ്പനീസിൽ നിന്ന് ഒരു പാർട്ട് പാസ്സായപ്പോൾ തന്നെ വേക്കൻസീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ഓപ്പർച്യൂണിറ്റീസ് വന്നിരുന്നു. സോ ഈവൻ ഫസ്റ്റ് പാർട്ട് പാസ്സായപ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈവൻ ഞാനിപ്പം പുറത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. ഐ എം പ്ലാനിങ് ടു മൈഗ്രേറ്റ് ടു കാനഡ. ഈ മെയ്യിലേക്ക് പോവാനാണ് നോക്കുന്നത്. കൊറോണ ഇഷ്യൂസ് കാരണം ഡിലേ ആകുമെന്ന് അറിയില്ല. പക്ഷെ പുറത്തേക്ക് നോക്കാൻ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ CMA ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ കുറെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമുക്ക് എന്താ കുറെ എക്സംഷൻസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചില ടോപ്പിക്സ് ഒന്നും നമുക്ക് പഠിക്കണ്ട, അല്ലാതെ അങ്ങനത്തെ കുറെ എക്സംഷൻസ്, ഫീ വേവേഴ്സ്, ഈവൻ നമ്മൾ PR-നൊക്കെ അപ്ലൈ ചെയ്യാൻ നേരത്ത് സ്കോർ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കിട്ടും. ഇതുപോലെ വേറൊരു അഡീഷണൽ പ്രൊഫഷണൽ കോഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ. സോ അതുപോലെ പോവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്കും ഇതുപോലെ പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം ഈ CMA കൊണ്ട് കിട്ടും. ഈവൻ CMA പഠിച്ചു കഴിഞ്ഞ് കുറച്ച് ടൈം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പുറത്ത്, ഞാൻ ലാസ്റ്റ് സെപ്റ്റംബറിൽ പോവാനിരുന്നതാ, കൊറോണ കാരണമാണ് നീട്ടി വെച്ചത്. അപ്പോഴും വീട്ടിൽ വെറുതെ കുത്തിയിരിക്കാതെ ഐ എം കറന്റ്ലി വർക്കിംഗ് ആസ് എ ഫാക്കൽറ്റി അറ്റ് വിദ്യാരൂപ. സോ എനിക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഞാൻ പോകുന്നത് വരെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല ഈ ഒരു CMA പഠിച്ചതുകൊണ്ട്. ഈവൻ ഞാൻ BCom മാത്രം പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരു 2 വർഷം വെറുതെ ഇരിക്കേണ്ടി വന്നേനെ, ഒരു ജോലി ഉണ്ടാവില്ലായിരുന്നു. സോ ഇതുപോലെ പലതരത്തിലുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ 100% CMA പഠിച്ച് പാസ്സായാൽ കിട്ടും, എല്ലാവർക്കും കിട്ടും. സോ മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റഡി വെൽ. കുറച്ചും കൂടി എഫേർട്ട്, വെറുതെ BCom തലേ ദിവസം എക്സാമിന് ഇരുന്ന് പഠിക്കുന്ന പോലെ അല്ലാതെ കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ your hard work will surely pay off. Okay, sir. Okay, thank you, Abhi. Thank you. Thank you, sir. ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. പിന്നെ പെനില് തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഏകദേശം ഒരു 9 വർഷം മുമ്പ് തിരുപ്പതിയിൽ നിന്ന് എനിക്കൊരു പെൺകുട്ടി ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ. CAയുടെ 2 ഗ്രൂപ്പ്, ഇന്റർമീഡിയറ്റിന് 2 ഗ്രൂപ്പ് എഴുതിയിട്ട് ഫെയിലായ കുട്ടിയായിരുന്നു. അവള് CMA പാസ്സായി. നമ്മൾ അവർക്ക് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു. അവിടെ ഇരുന്നുകൊണ്ട് പുള്ളിക്കാരി ചെയ്ത് അവിടെ ഇരുന്ന CA എക്സാംസ് ഇന്റർമീഡിയറ്റും ഫൈനൽസും എഴുതി ക്വാളിഫൈ ചെയ്തു. പക്ഷേ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിനകത്ത് കുറെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹം വർക്ക് ചെയ്തത് ആ എക്സ്പീരിയൻസിനെ അവർക്ക് ആർട്ടിക്കിൾഷിപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റി. ആർട്ടിക്കിൾഷിപ്പിനെ ഒരിക്കലും എക്സ്പീരിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് മനസ്സിലായല്ലോ അല്ലെ? ഫെനിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം കാശില് CA പഠിച്ച് പാസ്സായി. അതായത് ആദ്യത്തെ പ്രാവശ്യം 2 എക്സാംസും ഫെയിലായ കുട്ടി ഇന്റർമീഡിയറ്റ് ഓൾ ഇന്ത്യ ലെവലില് 4th റാങ്കിലും ഫൈനൽസ് ഓൾ ഇന്ത്യ ലെവലില് 15th റാങ്കിലുമാണ് പാസ്സായത്. അത് കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് അവരെ പുറത്തു വിട്ടു. ഇപ്പം എന്റെ അറിവ് അനുസരിച്ചിട്ട് പുള്ളിക്കാരുടെ സാലറി പെർ മന്ത് ഈസ് 10 lakhs rupees. സ്റ്റാൻഡേർഡ് ചാർട്ടേഡിൽ നിന്നൊക്കെ വിട്ടു. ഷി ഗോട്ട് മാരീഡ്. ഇപ്പൊ ഒരു 30-32 വയസ്സായിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരി കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് എനിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു, സർ ഐ എം പ്ലാനിങ് ടു ക്വിറ്റ് ഫ്രം ദ കോർപ്പറേറ്റ് വേൾഡ്. ഞാൻ എന്റേതായിട്ടുള്ള ഒരു ഫേം സ്വന്തമായിട്ട് തുടങ്ങുകയാണ്. CA ഓഡിറ്റ് ഫേം തന്നെയാണ് തുടങ്ങുന്നത്. സോ ഐ നീഡ് യുവർ ബ്ലെസ്സിങ്സ്. ആരോ ഒരു പാർട്ട്ണറെ കൂടെ വെച്ചിട്ട് തിരുപ്പതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. സോ നമുക്ക് എല്ലാവർക്കും ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നിന്ന് ഒരു നമ്മളെ പിഴിഞ്ഞാണ് അവരെടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1 ലക്ഷം രൂപ ശമ്പളം തന്നിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുടെ ഒരു ബെനിഫിറ്റ് പിഴിഞ്ഞാണ് നമ്മളെ എടുക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് ആ കോർപ്പറേറ്റ് വേൾഡിൽ നിന്ന് നമുക്കൊന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കുറെ കൂടെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഞാൻ മറ്റൊരു കാര്യം ഓർക്കുന്നു. ഞാൻ 1987 ഞാൻ NSS ഹിന്ദു കോളേജ് പ്രോഡക്റ്റ് ആണ്.
NSS ഹിന്ദു കോളേജിൽ അന്ന് PC മേനോൻ സാറായിരുന്നു പ്രിൻസിപ്പൽ ആയിരുന്നു. എൻ്റെ അച്ഛൻ അതേ കോളേജിൽ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ. ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊമേഴ്സ് ആണ് 3 ഇതിനും, അന്നത്തെ പ്രീ ഡിഗ്രിക്ക് കൊമേഴ്സ് ആണ് 3 ഇതും ചോയ്സും കൊടുത്തിരുന്നത്. ഞാൻ സയൻസോ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പോ ചോദിച്ചില്ല. എന്നോട് ചോദിച്ചൊരു ചോദ്യം, നീ എന്തിനാ ഇതിന് പോകുന്നത്? നിന്റെ അച്ഛൻ ഇവിടുത്തെ ഒരു സാറല്ലേ, അപ്പൊ പിന്നെ നീ എനിക്ക് എഞ്ചിനീയറിംഗോ അല്ലെ എഞ്ചിനീയറോ ഡോക്ടറോ ആയിക്കൂടെ? ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം, ഐ വാണ്ട് ടു ബിക്കം ആൻ ഓൺട്രപ്രനർ. അപ്പോ അതിലേക്കുള്ള ആ ഒരു ഫോക്കസ് അന്ന് മുതൽ ഞാൻ തുടങ്ങിയിരുന്നു. നിങ്ങൾ, അതായത് ഒരു 10ാം ക്ലാസ്സുകാരന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 5 വർഷം പ്രീ ഡിഗ്രിയും ഡിഗ്രിയും അതേ കോളേജിൽ തന്നെ പഠിച്ചു വന്നതാണ്. NSS ഹിന്ദു കോളേജിൽ തന്നെയാണ് പഠിച്ചു വന്നിരുന്നത്. എന്നെ പഠിപ്പിച്ച നാരായണപിള്ള സാർ ഉണ്ടായിരുന്നു, ജയൻ സാർ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ജയൻ സാറിന്റെ ബുക്കുകൾ പലതും നിങ്ങളുടെ MG യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്. കുറേ ടീച്ചേഴ്സ് അവിടെ തന്നെ ഉണ്ട്. അപ്പോ ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. അവിടുന്ന് എനിക്ക് വരാൻ പറ്റുമെങ്കിൽ 2 വള്ളം കയറി ഇറങ്ങി വരുന്ന എനിക്ക് ഈ നിലയിൽ എത്താൻ അന്നത്തെ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ടെക്നോളജി കുറെ വലുതാണ്. നമ്മൾ ആരെങ്കിലും ഇന്ന് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളൊരു 8 വർഷം മുമ്പ് ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൺലൈൻ ക്ലാസ് മാത്രമായിട്ടാണ് തുടങ്ങിയത്. ഇപ്പോഴോ യു ആർ വെരി മച്ച് കംഫർട്ടബിൾ വിത്ത് ഓൺലൈൻ ക്ലാസ്സസ് അല്ലേ? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഒരു സമയവും ഒരു അധിക പൈസയും, അതായത് ഒരു ഇതും ഇല്ലാതെ തന്നെ അഡീഷണൽ ആയിട്ട് തന്നെ ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ടതായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാം. ദീപ്തി മാം, എന്തെങ്കിലും സംശയമൊന്നുമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഞാനൊന്ന് സംസാരിക്കാം. ഓഡിബിൾ ആവുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. Myself Deepthi, head of the Department of Commerce, NSS Hindu College, Changanasheri. And I hope this 1-hour session on future proof your career is very beneficial to our students, and they got an idea about what changes they can expect in their career, and who are the management accountants, and what are the duties and responsibilities entrusted with a management accountant, and the level of practical knowledge required to become a management accountant. I hope the session was very useful to our students, and on behalf of the Department of Commerce and NSS Hindu College, Changanasheri, I would like to express my gratitude to the resource person, Fenil Vedakan sir, and the organizer, Balachandran sir, for the nice and very useful session. Okay, thank you. Thank you for the session. Thank you, ma'am. Thank you very much. Okay. Bala, maybe you can give your coordinates for if anyone want to get in more information from you about the program. I also posted a poll here about how you rate the webinar, and what is whether you are interested to join for the program. So I shared that. You can go ahead with the poll. Yep. Okay, I have seen that. Yeah, please. നിങ്ങൾ എല്ലാവരും അതൊന്ന് ആ പോളൂടെ ഒന്ന് ചെയ്തിട്ട് ലോഗ് ഔട്ട് ആകാവൂ കേട്ടോ. Thank you everyone. Thank you everyone for joining. Thank you, madam. Thank you very much. Thank you, Thank you, students. Fenil. Thank you, college, for organizing it.
Good to know that at least most of you said the webinar was done really well. I really appreciate all your feedbacks. And I could see around 10 students are interested to do the CME, and another 24 yet to decide after taking or consulting with your parents. Good to see the results, and looking forward, I would like to meet you again as a member, as a student, and we all need to work together and grow together. Thank you. Thank you very much.